സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന് പ്രമുഖ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന പ്രസ്താവന പിൻവലിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവ സമയത്ത് അനാവശ്യ ചർച്ചകൾ വേണ്ടെന്നും വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ വെഞ്ഞാറമൂടി നടന്ന പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം. യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാകുമെന്നുള്ള കാര്യം. പ്രസംഗം വലിയ വിവാദമാവുകയും ചർച്ചയ്ക്ക് വഴിവെക്കുക കൂടി ചെയ്തതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. യുവജനോത്സവം അടുത്തിരിക്കെ കുട്ടികളെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള വിവാദങ്ങൾ വേണ്ടെന്നും പരാമർശത്തിൽ നിന്ന് പിന്മാറുന്നതായും അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും ഒഴിവാക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട, അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. അതോടുകൂടി എല്ലാ ചർച്ചയും അവസാനിച്ചോട്ടെ. കലോത്സവങ്ങൾ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായി സെലിബ്രിറ്റികളെ കൊണ്ടുവരാറുണ്ടെന്നും കഴിഞ്ഞ വർഷം എത്തിയ മമ്മൂട്ടി 1 രൂപ പോലും പ്രതിഫലം വാങ്ങിയില്ലെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ കൊണ്ടുവരുന്നതിനും കലോത്സവ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കലോത്സവ വേദിയിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരാറുണ്ട്. കൊല്ലം കലോത്സവത്തിൽ പത്മശ്രീ മമ്മൂട്ടി, ശ്രീമതി ആശാ ശരത്ത്, നിഖില ബിമൽ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. കോഴിക്കോട് കലോത്സവത്തിൽ ശ്രീമതി KS ചിത്ര പങ്കെടുത്തിരുന്നു. ഓണം വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഫഹദ് ഫാസിൽ, ശ്രീ ദുൽഖർ സൽമാൻ തുടങ്ങിയവരെല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തിട്ടുള്ളത്. അത്രയും വലിയ തുക നൽകാൻ നമുക്ക് ഇല്ലെന്ന് പ്രതികരിച്ച മന്ത്രി നിലവിൽ നൃത്തം ചിട്ടപ്പെടുത്താൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും വൈകാതെ ഉചിതമായ ആളെ കണ്ടുപിടിക്കുമെന്നും അറിയിച്ചു. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് നടത്തിയ ഒരു സ്വകാര്യ പരിപാടിയിലെ പ്രസംഗമാണ് വിവാദത്തിലായത്. കലോത്സവത്തിന് 7 മിനിറ്റുള്ള സ്വാഗതഗാനം ചിട്ടപ്പെടുത്താൻ ഒരു പ്രമുഖ നടിയെ സമീപിച്ചെന്നും അവർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും അത് തനിക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്നുമായിരുന്നു വി ശിവൻകുട്ടിയുടെ പരാമർശം. ജനം, തിരുവനന്തപുരം.